ഈശ്വര, എല്ലാ ആപത്തുകളിൽ നിന്നും എൻ്റെ മോളെ കാത്തോളണേ. അവൾക്ക് നല്ലത് വരുത്തണേ. അവളുടെ അച്ഛന് അവളോട് ഇഷ്ടം തോന്നണേ. അവിടെ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ കാത്തോളണേ ഭഗവാനെ. നീ ഉറങ്ങിയില്ലേ? ഇല്ല. മോളോ? ഉറങ്ങിയും തോന്നുന്നു. തോന്നുന്നു. നല്ല കക്ഷിയാ. അവളോ പേടിച്ച് വരച്ച് വന്ന ഒരാൾ തുണയ്ക്ക്. അവൾ ഒറ്റയ്ക്കാക്കി ഇങ്ങി പോന്നു. ഇടയ്ക്ക് അവളൊന്ന് എണീറ്റ് ആരെയും കാണാണ്ട് പേടിക്കും. നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ പോകാം. പക്ഷേ അവൾ എന്നും ഇങ്ങനെ പേടിച്ചാൽ, എന്നും നമ്മുടെ മുറിയിലേക്ക് ഓടി വന്നാൽ, അപ്പോഴൊക്കെ ഞാൻ അവൾക്ക് കൂട്ടിരിക്കേണ്ടി വരില്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്ര കൊതിച്ചു വന്നതാ ഞാൻ. കുറച്ചു നേരം അടുത്തിരിക്കാൻ, ഒന്ന് സംസാരിക്കാൻ. നമുക്കിടയിൽ മറ്റൊരാളല്ല, വിശ്വേട്ടന്റെ മകൾ. അവള് എന്റെ മോളെ പോലെ എനിക്ക്. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്ന കുഞ്ഞാ അവള്. അപ്പോൾ നിന്റെ അല്ലേ? നീ അവൾ അന്യായി കാണരുത്. അയ്യോ, അവളോട് എനിക്ക് ഒരു ഇഷ്ടക്കുറവില്ല ജെഡി. പക്ഷേ നമ്മുടെ സ്വകാര്യതകളിലേക്ക് ആരെയും കടന്നു വരാൻ ഇതുവരെ ജെഡി അനുവദിച്ചിട്ടില്ല. പെട്ടെന്നൊരു ദിവസം ജെഡിയുടെ സംരക്ഷണവും സ്നേഹവും ഒക്കെ പങ്കുവെച്ച് പോകുമ്പോ മൂന്നാമതൊരാളിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമം. നമ്മൾ തമ്മിൽ ഈ ഒരു കാര്യത്തിൽ ഒരു പൊരുത്തക്കേടിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് ടോട്ടലി അൺവാറന്റഡ്. ആയിരിക്കാം. ഞാൻ സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്, അല്ലേ? ജെഡി വളരെ ലാഘവത്തോടെ പറഞ്ഞു ജിഷയുടെ പേടി മാറ്റാൻ നമുക്ക് കൂട്ടിയിരിക്കാൻ. പക്ഷെ എനിക്ക് ഭയമുണ്ട് ജെഡി. ഇപ്പൊ ജെഡി അത് കാണുന്നില്ലെന്ന് മാത്രം, അറിയുന്നുമില്ല. ജെഡി ഒരു കാര്യം മറക്കുന്നു. ജെഡിക്ക് അവൾ ഏട്ടന്റെ മകളാണ്, സ്വന്തം മകളെ പോലെയാണ്. പക്ഷേ എനിക്ക് അവളൊരു സ്ട്രേഞ്ചറാണ്, തികച്ചും അപരിചിതയായ ഒരു പെൺകുട്ടി. എനിക്ക് സ്നേഹം അഭിനയിക്കാൻ അറിയില്ല ജെഡി. ഞാൻ ജെഡിയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ആ സ്നേഹത്തിന് തടസ്സമായിട്ട് ആര് നിന്നാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഈ അടുക്കള പണിയൊന്നും ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. ഇവിടെ ഇപ്പോൾ പെണ്ണുങ്ങൾ രണ്ടുപേരുള്ള സ്ഥിതിക്ക് ഇനി ഇതൊക്കെ അവരങ്ങ് എഴുതിച്ചാൽ മതി. എൽദോയെ, ഈ വീടിൻ്റെയും ഇവിടെ വസിക്കുന്ന ദുരാത്മാക്കളുടെയും മാത്രം നോട്ടക്കാരനാണ്, അല്ലാതെ അടുക്കളക്കാരനല്ല. എൻ്റെ കണ്ണൊന്നും തെറ്റിയപ്പോൾ കണ്ടല്ലോ ആത്മാക്കൾ കളിച്ച കളി. കണ്ടു. അതെ, ഇനി ആ കളി ഇവിടെ വേണ്ട കേട്ടോ. ഇന്നലത്തെ അല്പം കൂടിപ്പോയിട്ടുണ്ട്. ഇന്നലത്തെയോ? അതെ, ഇല്ലാത്ത പ്രേതകഥകൾ പറഞ്ഞ് എൽദോ പേടിപ്പിച്ചിട്ടല്ലേ ഇന്നലെ രാത്രി ആ കുട്ടി ഉറക്കത്തിൽ നിലവിളിച്ചോടിയത്. ഓഹോ, അതൊന്നും ഒരു കളിയല്ല കുഞ്ഞേ. ചോരക്കളി അതിനു മുമ്പേ നടന്നു കഴിഞ്ഞു, കുഞ്ഞങ്ങ് ബോംബെയിലായിരുന്നപ്പോൾ. അതും ഈ എൽദോ പേടിപ്പിച്ചിട്ടാന്ന് പറയാൻ പറ്റുമോ കുഞ്ഞിന്? എന്നതായാലും കുഞ്ഞിന് ഭാഗ്യമുണ്ട്. അതുകൊണ്ട് മാത്രമാ ജെഡി സാർ അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. ജെഡിയോ? അപ്പൊ കുഞ്ഞൊന്നും അറിഞ്ഞില്ലയോ? ഇല്ല. ഞാൻ ബോംബെന്ന് വിളിച്ചപ്പോ വാതിൽപ്പടിയിൽ എവിടെയോ ചെറുതായിട്ട് തലയിടിച്ചെന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നെന്നും പറഞ്ഞു. അതല്ലാതെ. അത് ശരി. ഞാൻ കരുതി കുഞ്ഞിനോട് പറഞ്ഞു കാണുമെന്നാ. കുഞ്ഞിനോട് പറയണ്ടെന്നാ എന്നോടും പറഞ്ഞത്. പക്ഷേ കുഞ്ഞിതറിഞ്ഞില്ലെങ്കിൽ നാളെ ജെഡി സാർ ഇതിലും വലിയ അപകടം വിളിച്ചു വരുത്തിയെന്ന് വരും. കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ എൽദോ. എൻ്റെ കുഞ്ഞേ, ആ ഔട്ട് ഹൗസിനകത്ത് കയറിയുള്ള കളി വേണ്ടാന്ന് ഈ എൽദോ 1000 വട്ടം പറഞ്ഞിട്ടുള്ളതാ. കേട്ടില്ല. അവസാനം ആത്മാക്കൾ കയറി വന്ന് കാണിച്ചു കൊടുത്തപ്പോൾ കാര്യം മനസ്സിലായി. എന്ത് കാട്ടിയെന്നായി പറയുന്നേ? തലക്കടിച്ച് ബോധം കെടുത്തിയില്ലയോ?
അന്നിവിടെ സാറിൻ്റെ ചേട്ടനുണ്ടായിരുന്നത് ഭാഗ്യം. രാവിലെ കുളി കഴിഞ്ഞ് വന്ന ചേട്ടനാ ബോധമില്ലാതെ കിടക്കുന്ന JD സാറിനെ ആദ്യം കണ്ടത്. My God. സത്യം തന്നെയാണോ എൽദോ പറയുന്നേ? ഞാൻ എന്നാത്തിനാ കുഞ്ഞെ കള്ളം പറയുന്നത്? ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ് ആ ബോധം തെളിഞ്ഞത്. ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്കൊക്കെ സംശയമായിരുന്നു. JD എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ പിന്നെ കുഞ്ഞ് ഔട്ട് ഹൗസിൽ കയറാൻ സാറിനെ സമ്മതിക്കത്തില്ല എന്നറിയാം. എന്നതായാലും കുഞ്ഞ് ഇനിയൊന്നും മുറുകെ പിടിച്ചില്ലെങ്കിൽ സംഗതി അപകടമാണ്. എൽദോ വെറും വാക്ക് പറയുമല്ല, കാലങ്ങളായി കണ്ടും കേട്ടുള്ള അനുഭവം കൊണ്ട് പറയുക. ദുരാത്മാക്കൾ കുടിയിരിക്കുന്ന ആ ഇരുട്ടറയെ സ്നേഹിച്ചവരാരും ഇന്ന് വരെ ഇവിടുന്ന് ജീവനോടെ തിരികെ പോയിട്ടില്ല. എന്താ JD, എന്താ ഉണ്ടായത്? എന്നിന്ന് എന്തിനാ JD ഇതൊക്കെ മറച്ചു പിടിച്ചത്? എൽദോയുടെ വാക്കുകൾ മുഴുവനായിട്ട് നീ അങ്ങ് വിശ്വസിക്കണ്ട. അയാൾ പറഞ്ഞത്ര ഭീകരമായ കുഴപ്പങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. JD പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ JD എന്നിന്ന് അത് മറച്ചു പിടിച്ചു. അതിൽ നിന്ന് തന്നെ എനിക്ക് ഊഹിക്കാം അന്നത്തെ സംഭവം അത്ര നിസ്സാരമല്ലെന്ന്. ശരി, സമ്മതിച്ചു. എൽദോ പറഞ്ഞതുപോലെ ഔട്ട് ഹൗസിലെ രക്തദാഹികളായ ദുരാത്മാക്കൾ എന്നെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആരുടെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. പ്രശ്നം തീർന്നല്ലോ. അയ്യോ, എൽദോ പറയുന്നത് പോലെ ആത്മാക്കളെ ഒന്നും അല്ല എനിക്ക് പേടി. മനസ്സിൽ പകയുമായിട്ട് നടക്കുന്ന മനുഷ്യരെയാ, ഹൈദരാബാദിൽ JDക്കുള്ള ശത്രുക്കളെ. ഈ ലോകത്തിന്റെ ഏത് കോണി പോയി ഒളിച്ചാലും അവരുടെ കണ്ണുകളിൽ JDയെ തേടി എത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇനിയൊരു അറ്റാക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതോ അവരായിരുന്നെങ്കിൽ എൻ്റെ മരണം ഉറപ്പുവരുത്തിയിട്ടേ തിരിച്ചു പോകുമായിരുന്നു. ദിസ് ഇസ് മെന്റ് ടു ഫ്രൈറ്റൻ. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് നിന്ന് ആരോ ആവാനാണ് സാധ്യത. ആര്? ഈ കോമ്പൗണ്ടിനകത്ത് കയറി വന്ന് JD ആര് പേടിപ്പിക്കാനാ? അതും എന്തിനു വേണ്ടി? ഞാൻ ഒരിക്കലും ആ ഔട്ട് ഹൗസിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി ആവണം. ഒരുപക്ഷെ അവനും എന്നെ പോലെ ഇരട്ടറ ഇഷ്ടമായിരിക്കും. എൻ്റെ സാന്നിധ്യം അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടാവും. എന്തായാലും നല്ല കരുതലോടും കൈത്തഴക്കത്തോടും കൂടി അവനെ നേരിട്ടത്. ആത്മാവിനേക്കാൾ അദൃശ്യനായി. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, ഹൗസ് ഓണറെ വിവരം അറിയിക്കാം. എന്ത് വേണം നാളെ തീരുമാനിക്കട്ടെ. അതൊന്നും വേണ്ട. അജ്ഞാതനായ ശത്രുവിനെ ഓർത്തുള്ള അസ്വസ്ഥതയേക്കാൾ വലുതാ പോലീസ് കാവലിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. പിന്നെ ഹൗസ് ഓണർ നമുക്ക് വിളിക്കാം. പക്ഷെ ഇപ്പോഴല്ല, അവൻ ഒരിക്കൽ കൂടി വന്നിട്ട്. ആര്? അവൻ തന്നെ. എൻ്റെ ജീവൻ ബാക്കി വെച്ച് എൻ്റെ അക്ഷരങ്ങളും കുത്തിപ്പറിച്ചു കൊണ്ടുപോയ ആ ദൃശ്യം. ഒരുപക്ഷെ നമ്മൾ ഹൗസ് ഓണറെ വിളിച്ച് കെണിയൊരുക്കുന്നു എന്നറിഞ്ഞാൽ അവൻ വന്നില്ലെങ്കിലോ? JD എന്തൊക്കെ പറയുന്നേ? അവൻ വരും, വരണം. പിച്ചി ചീന്തി കളഞ്ഞ എൻ്റെ അക്ഷരങ്ങൾക്ക് പകരം എനിക്കുള്ള കഥയുമായി അവൻ വരും. ഏയ്, എന്താ ഇത്? ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നാലേ ആരെങ്കിലും വന്ന് നിന്നെ തന്നെ അങ്ങ് എടുത്തോണ്ട് പോയാലും നീ അറിയില്ലല്ലോ. ഇവിടെ ആരും മിണ്ടാനും പറയാനും ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ മോളെ ഓർത്തങ്ങിരുന്നു പോയി. ഓർക്കണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ എല്ലാരും ചേർന്ന് നിന്നെയും മോളെ അകറ്റിയതുപോലാണല്ലോ നിന്റെ പെരുമാറ്റം. ശരിക്കുള്ള ഭക്ഷണമില്ല, ഉറക്കമില്ല. നിനക്കും മോൾക്കും നല്ലത് വരണമെന്ന് കരുതിയിട്ടല്ലേ വിശ്വൻ ഇതൊക്കെ ചെയ്തേ? നീ പറഞ്ഞിരുന്നില്ലേ എൻ്റെ മോള് അവളുടെ അച്ഛനെ കണ്ട ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന്? എന്നിട്ട് എന്താ അവള് വരാത്തെ? അവൾക്ക് അമ്മയെ വേണ്ടാതായോ? ഏയ്, അവള് വരുമെന്ന് തന്നെ ഞാൻ പറയുന്നത്. എനിക്കും അവളിവിടുന്ന് പോകുന്നത് ഇഷ്ടമില്ലായിരുന്നു ഗീതേ. പക്ഷേ അച്ഛനെ കാണാനുള്ള അവളുടെ ആശയ അവകാശവും നമ്മൾ മനസ്സിലാക്കണ്ടേ ഗീതേ? അവളൊരു ദിവസം വരും, അച്ഛൻ്റെ കൈ പിടിച്ച്, അച്ഛൻ്റെ അമ്മയുടെ മോളായിട്ട്.
അതുവരെ നീ കാത്തിരുന്നേ പറ്റൂ. ഉം. എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിലും നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ എനിക്കൊരു പ്രതീക്ഷയാ. കാത്തിരിക്കാനുള്ള മനസ്സ് അതിലൂടെ എനിക്ക് കിട്ടിയിരിക്കും. വാ, നമുക്ക് അകത്തിരിക്കാം. ദാ ഗീതേ, ഈ ചായ കുടിക്ക്. നീ വന്നിട്ട് ഇത്രയും നേരം ഇരുന്ന് എന്റെ സങ്കടം മുഴുവൻ കേട്ടല്ലേ? ദൈവം പോലും നമ്മുടെ മുമ്പില് കണ്ണു തുറക്കുന്നില്ലല്ലോ എഴുതി. ദേവേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുന്നത് എന്നോട് ക്ഷമിക്കാനുള്ള മനസ്സുമായിട്ടായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. വിശ്വേട്ടൻ തിരിച്ചു വന്ന കുടുംബകാര്യങ്ങളും നോക്കി പഴയതുപോലെ ജീവിക്കുമെന്ന് ഏടത്തി വിചാരിച്ചിരുന്നില്ലേ? എന്നിട്ടിപ്പോ നമ്മുടെ കാത്തിരിപ്പിന് മാത്രം ഒരു വിലയില്ല. പെണ്ണായി പിറന്ന ഇങ്ങനെയാ ഗീതേ. ആണുങ്ങൾക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാണ്ടായ എന്തും ചെയ്യാം, എങ്ങോട്ടും പോവാം. നമ്മൾ പെണ്ണുങ്ങൾക്ക് മരിക്കാനല്ലാണ്ട് വേറെന്തിനു പറ്റും? സത്യം പറഞ്ഞ എന്റെ മോളെ വിചാരിച്ചിട്ടേ എടുത്തി ഞാൻ ഇതുവരെ അത് ചെയ്യാതിരുന്നേ. ഇനിയിപ്പോ വേണ്ടാത്തൊന്നും ചിന്തിക്കേണ്ട ഗീതേ. 15 കൊല്ലം നീ കാത്തിരുന്നില്ലേ? എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞാനും പിടിച്ചു നിന്നു. ആരും തുണയില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഉണ്ടാവും. എനിക്കിപ്പോ ഒന്നിലൊരു പ്രതീക്ഷ ഇല്ലാണ്ടിരിക്കടുത്തി. വിശ്വേട്ടനുണ്ടെങ്കിൽ ഒന്ന് മോളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാന്ന് കരുതി വന്നതാ. അവൾ അവിടെ എത്തിയെന്നല്ലാതെ വേറൊരു വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല എടുത്തി. സന്യാസിമാരുടെ കാര്യങ്ങളൊക്കെ അങ്ങനാ ഗീതേ. ഇവിടെ അന്ന് വന്നിട്ട് പോയതാ, പിന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്നോട് സത്യം പറയാലോ, എന്റെ മരിച്ചുപോയ ജിഷമോളാണെന്നും പറഞ്ഞ് നിന്റെ കുട്ടിയെ ദേവന്റെ ഒപ്പം താമസിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ വിശ്വേട്ടനോടൊന്ന് പറഞ്ഞു. എനിക്കെന്തോ ആ നേരത്ത് അങ്ങനെയാ തോന്നിയത്. എന്റെ മോൾക്ക് അവളുടെ അച്ഛനെ കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ വളഞ്ഞ വഴിയിലൂടെ അത് നേടണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സാരമില്ല, എന്തായാലും അവളവിടെ എത്തിയല്ലോ, നീ പേടിക്കണ്ട. ജയദേവന്റെ മുമ്പിൽ വച്ചെങ്കിലും അമ്മയെന്നൊരു വിളി എനിക്ക് കേൾക്കാലോ. നീ പേടിക്കണ്ട ഗീതേ. ഞാനവളുടെ വല്യമ്മയാണെങ്കിലും എനിക്കവള് മോളെ പോലെ തന്നെയല്ലേ. ഏയ്, അതല്ല എടുത്തി. ജയ എന്റെ മോളാന്നറിഞ്ഞ ദേവേട്ടനെ എങ്ങനെ പ്രതികരിക്കുന്ന എന്റെ പേടി. അങ്ങനൊന്നും വരില്ല ഗീതേ. വിശ്വേട്ടന്റെ അന്നത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് എല്ലാം കലങ്ങി തെളിഞ്ഞ് നീയും ദേവനും മോളും ഒക്കെ ഒന്നാവൂന്ന. ഇല്ല എടുത്തി, എത്ര ശ്രമിച്ചിട്ടും അങ്ങനൊരു മനക്കോട്ട കെട്ടാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. അത്രയ്ക്ക് യോഗ ഇല്ലാത്തവളാ ഞാൻ. അതൊക്കെ നിന്റെ വെറും തോന്നല. വിശ്വേട്ടൻ ഇപ്പൊ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. നിന്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഏട്ടൻ ഉണ്ടാക്കാതിരിക്കില്ല. ഏട്ടനൊരവസാന വാക്ക് പറഞ്ഞ ജയദേവൻ അനുസരിക്കാതിരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നണുണ്ടോ?
എന്താ മോളെ? ആ അത് ഈ സംശയം ഒന്ന് പറഞ്ഞു തരൂ ചെറിയച്ച. വാ. ദാ ഇതെനിക്ക് എത്ര വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല. When you set out on your journey to Ithaca, pray that the road is long. Always keep Ithaca in your mind. To arrive there is your ultimate goal. ഇത് കോൺസ്റ്റന്റൈൻ കവാഫിയുടെ അതിപ്രശസ്തമായൊരു കവിതയാണ്. ഉം. ഇതിലെ മോക്ക് മനസ്സിലാവാത്തത് ഇത്താക്ക എന്ന വാക്കല്ലേ? ആ അതെ. ഉം. അതിന് പ്രത്യേകിച്ച് ഒരു ഡിക്ഷണറി മീനിങ് ഇല്ല. കവിയുടെ ഒരു കൽപ്പനയാണത്. ഇത്താക്ക നമ്മുടെ എല്ലാം ലക്ഷ്യമാണ്, ജീവിതത്തിൻ്റെ ഒരു മോട്ടിവേഷൻ. അവിടേക്ക് എത്തിച്ചേരാനാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. അവിടെ ഒടുവിൽ നമ്മെ കാത്തിരിക്കുന്നത് ഒരു സ്ഥലമാവാം, വ്യക്തിയാവാം, ഒരു സ്വപ്നമാവാം, സ്വർഗമാവാം. അതെന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ അതിലേക്കുള്ള നമ്മുടെ യാത്രയാണ് പ്രധാനം. അതാണ് ഇത്താക്ക. മനസ്സിലായോ? ഉം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷേ ചെറിയച്ച എഴുതല്ലേ. അതൊന്നും സാരാക്കണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിലും ചെറിയച്ചനോട് ചോദിക്കുക, ചെറിയച്ചൻ പറഞ്ഞുതരാം. ഇതെന്താ ജിഷ ഇവിടെ? ചെറിയച്ചൻ എഴുതുമ്പോ ശല്യം ചേരുന്നറിയില്ലേ? അത് ആന്റി, ഞാനൊരു സംശയം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? വെറുതെ എന്തിനാ എഴുത്തിന്റെ മൂട് കളയാൻ വേണ്ടി വന്നത്? സാരമില്ല നാദര, എഴുത്തിന്റെ മൂഡിനെ കുറിച്ച് അവൾക്കറിയോ? ഇവിടെ നിൽക്കുമ്പോ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ചില നേരത്ത് ഞാൻ അടുത്ത് വന്നാൽ പോലും കടിച്ചു കീറാൻ വരുന്ന ആളാണല്ലോ. അവള് കുട്ടിയല്ലടോ. ശരി ശരി, ഇനി ഇതിന്റെ പേരിൽ നീ ഇവിടെ നിന്ന് കരയുന്നതും കൂടി കണ്ട ജേഡ് ചിലപ്പോ ഇന്നിനി എഴുതിയില്ലെന്നും വരും. നിനക്ക് എന്താ സംശയം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. വാ.